കലവറ എന്ന് പറയുന്നത് കലോത്സവത്തെ സംബന്ധിച്ചൊരു ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു വലിയ വെല്ലുവിളിയാണ്. കലോത്സവത്തിൽ വെജ് വേണോ നോൺ വെജ് വേണോ എന്നൊരു ചർച്ചയൊക്കെ ഒരു കാലത്ത് 2 കൊല്ലം മുമ്പ് ഉയർന്നതൊക്കെ ശ്രദ്ധയിലുണ്ടാവുമല്ലോ നമുക്ക്. അതെ, എന്തായാലും ഈ കലവറയുടെ പാലുകാച്ചൽ നടന്നിട്ടുണ്ട്. പതിവ് പോലെ പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണയും കലോത്സവത്തിനായിട്ട് നമ്മുടെ കുട്ടികൾക്കായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ വലിയ വിവാദമൊക്കെ ഉണ്ടാക്കുന്ന അപ്പുറത്തേക്ക് ഇത്രയും കുട്ടികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കുട്ടികൾക്കാണ്, അത് അങ്ങനെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അവർക്കത് വിളമ്പുന്നത് വരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു റിസ്ക് ആണ് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ കലവറയുമായി ബന്ധപ്പെട്ട് പാചകപ്പുരയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. വെള്ളം ആദ്യം ഒഴിച്ചിട്ടാണ് അതെ കലോത്സവ നഗരിയിലാണ്, പുത്തരിക്കണ്ടം മൈതാനത്തെ ഭക്ഷണ കലവറയിലാണ് ഞാനുള്ളത്. കലോത്സവത്തിന് കുട്ടികൾക്കായി ഭക്ഷണം പാകം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, പഴയിടം മോഹനൻ നമ്പൂതിരി മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. ഇത്തവണ രുചികളിൽ ചില വൈവിധ്യങ്ങൾ പ്രതീക്ഷിക്കാം അല്ലേ? ഇത് ഭയങ്കര ചോദ്യമാണ്. നോക്കാം. നമ്മൾക്കിവിടെ ഞാൻ പറഞ്ഞു, കുട്ടികൾ നിങ്ങൾ കണ്ടുവല്ലേ, മുഴുവൻ സാധനങ്ങളും കുട്ടികളുണ്ട് തന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്ന എന്തെങ്കിലും വിവിധങ്ങളായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാം. എന്തായാലും എല്ലാ ദിവസവും പായസം ഉണ്ടെന്നാണ് അറിയുന്നത്. അതുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മളെ കറികൾ? എല്ലാ ദിവസവും പായസം ഉണ്ട്. നാളെ രാവിലെ പുട്ടും കറിലാണ്, നാളെ ഉച്ചയ്ക്ക് പാലട പ്രസാദം ഉണ്ടാവും. പിന്നെ 11 കൂട്ടം വിഭവങ്ങൾ, പായസം ഉൾപ്പെടെ 12 ഐറ്റം ഉണ്ടാവും ഇലയിൽ. പിന്നെ ഒന്നേ, ഞാൻ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക? അല്ല, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഈ കായുടെ ഒക്കെ പ്രശ്നം ചെയ്ത് ഇന്ന് നാളത്തേക്ക് ഇതിൻ്റെ ലൈഫ് കഴിഞ്ഞു, ഇതുപോലെ പഴുത്തുമോ. പിന്നെ അതോ നാളെ പുട്ടാക്കാന്ന് വെച്ചാൽ, പുട്ടാക്കി കഴിഞ്ഞാൽ പഴുത്ത പഴങ്ങളെല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, കളയാണ്ടോ കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചേനയാണ് ഏറ്റവും കൂടുതൽ, ചേനയും വെള്ളരിക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരിക. കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഉള്ളവർ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഇന്നലെ കഴിഞ്ഞ വർഷം കൊല്ലമായിരുന്നു, അതിന് മുമ്പ് കോഴിക്കോടായിരുന്നു, ഇന്ന് തിരുവനന്തപുരം. ഇപ്പം നാളെ അടുത്ത വർഷം വേറെ ജില്ല വന്നാലും നമ്മുടെ ഈ റൂട്ടീൻ കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യാസമില്ല, അതെങ്ങനെ നടന്നോളും എന്നുള്ളത്. അപ്പോൾ അതാണ് പഴയിടത്തിൻ്റെ പ്രതീക്ഷ. പുതിയ രുചികൾ പഴയിടത്തിൻ്റെ പാചകത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളും കുട്ടികളും. സജുമാറിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ എന്തായാലും കലോത്സവത്തിന്റെ എല്ലാ തയ്യാറെടുപ്പുകളുമായി കഴിഞ്ഞു. പാചകപ്പുര തയ്യാറാണ്. നാളെ മുതൽ ഒരു കലക്കും